ഗുഡ് ഡേ എവരി വൺ. ടെക് ബുക്കിൽ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ മെനുവിൽ പോയി ഹോം മെനു പ്രസ് ചെയ്യുക, അക്കൗണ്ട്സിൽ പോവുക, ആഡ് ന്യൂ അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുക. മെട്രിക് ബാങ്കിൻ്റെ നിയോ എന്ന് പറഞ്ഞൊരു അക്കൗണ്ടാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഷോ ഇൻവോയ്സ് എന്ന് പറയുന്ന ഇൻവോയ്സിൻ്റെ അകത്ത് കോസ്റ്റ് കട്ട് ചെയ്യുന്ന അവിടെയുള്ള അക്കൗണ്ടിൽ ഇത് വരണോ വേണ്ടതെന്നാണ് ഇത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ റിപ്പോർട്ട്സിൻ്റെ അകത്ത് വരണോ വേണ്ടതെന്നാണ് ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ റിസീപ്റ്റ്സിൽ മോഡ് ഓഫ് പേയ്മെൻ്റ് ആയിട്ട് മെട്രിക് നിയോ അക്കൗണ്ട് ചൂസ് ചെയ്യണോ വേണ്ടതെന്നാണ്. യെസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് റിസീപ്റ്റ്സിൽ അവൈലബിൾ ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ ബാങ്ക്, ക്യാഷ് ഇതെല്ലാം അസറ്റ് അക്കൗണ്ട് ആയിരിക്കും. നമ്മൾ അന്നേരം അസറ്റ് അക്കൗണ്ട് ചൂസ് ചെയ്യുന്നു. അതേപോലെ ടൈപ്പ് ബാങ്ക് അക്കൗണ്ടാണ്. മെട്രിക് നിയോയുടെ അക്കൗണ്ട് അത് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഈ അക്കൗണ്ട്സിലേക്ക് വരാൻ 3 വിധത്തിൽ പോകാവുന്നതാണ്. ഒന്ന്, വൗച്ചേഴ്സിൽ പോയിട്ടുണ്ടെങ്കിൽ വൗച്ചേഴ്സ് ക്ലിക്ക് ചെയ്താൽ അവിടെ അക്കൗണ്ട്സിലേക്ക് പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ജനറൽ സെറ്റിംഗ്സിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെയും അക്കൗണ്ട്സിൽ പോകാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇത് അക്കൗണ്ട്സിൻ്റെ ലിസ്റ്റ് വ്യൂ ആണ്. ഗ്രിഡ് വ്യൂവിൽ പ്രസ് ചെയ്ത് നമുക്ക് ഗ്രിഡ് വ്യൂ അവൈലബിൾ ആയിട്ട് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ അക്കൗണ്ട് ഓപ്പണിംഗ് ബാലൻസ്, ഇത് ആദ്യത്തെ ബട്ടൺ എഡിറ്റ് ബട്ടൺ ആണ്. എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. സെക്കൻഡ് ബട്ടൺ ഓപ്പണിംഗ് ബാലൻസ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇപ്പോൾ അസറ്റ് അക്കൗണ്ടുകളെല്ലാം ഡെബിറ്റ് ആയിരിക്കും ഓപ്പണിംഗ് ബാലൻസ്. അല്ല നെഗറ്റീവിലാണെങ്കിൽ നമുക്ക് ക്രെഡിറ്റ് സെലക്ട് ചെയ്ത് എമൗണ്ട് കൊടുക്കാവുന്നതാണ്. നമ്മൾ 500 തരം ഓപ്പണിംഗ് ആയിട്ട് ഇടുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് 500 തരം വന്നു. അതുപോലെ തന്നെ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ലെഡ്ജർ റിപ്പോർട്ട്, നമുക്ക് അക്കൗണ്ടിൻ്റെ റിപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ ഷോ ചെയ്യിക്കുകയാണെങ്കിൽ ഓപ്പണിംഗ് ബാലൻസ് 500 ഉണ്ട്. അതുമാത്രമുള്ള കാരണം ഓപ്പണിംഗ് ബാലൻസിലാണ് അത് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഏത് അക്കൗണ്ടിൽ നിന്നാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്, നമ്മളിപ്പോൾ നമ്മുടെ ക്യാഷ് അക്കൗണ്ടിൽ നിന്ന് ഒരു 300 ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ 800 ആയിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ലെഡ്ജർ റിപ്പോർട്ടിൽ പോവുകയാണെങ്കിൽ 300ൻ്റെ ഒരു എൻട്രി വന്നിട്ടുണ്ട്. അതിൻ്റെ വ്യൂ ബട്ടൺ അവൈലബിൾ ആയിട്ടുണ്ട്. ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ വൗച്ചർ ഷോ ചെയ്ത് കാണിക്കും. അതുപോലെ തന്നെ ടോട്ടൽ 800 അപ്ഡേറ്റഡ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ അക്കൗണ്ടിൽ നിന്ന് വിഡ്രോ ചെയ്യണമെങ്കിൽ വിഡ്രോ ബട്ടൺ അവൈലബിൾ ആയിട്ടുണ്ട്. ഏത് അക്കൗണ്ടിലേക്കാണ് വിഡ്രോ ചെയ്യേണ്ടതെന്നാണ് ചോദിക്കുന്നത്. ADCBയിലേക്ക് വിഡ്രോ ചെയ്യുകയാണ്. ഒരു 100 തരമെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് 100 തരം ഇതിൻ്റെ അകത്ത് കട്ടായിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ അകത്ത് വരുന്ന എക്സ്പെൻസ് അക്കൗണ്ടുകളാണെങ്കിൽ തന്നെ അതിൽ എക്സ്പെൻസ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആഡ് ചെയ്യുമ്പോൾ ഏത് അക്കൗണ്ടിൽ എന്നാണ് കട്ടാവേണ്ടത്, ക്യാഷ് ആയിട്ടാണ് ഈ എക്സ്പെൻസ് കൊടുക്കേണ്ടതെന്നുള്ളതാണ് നോക്കുന്നത്. അതുപോലെ തന്നെ വൗച്ചർ ഡേറ്റ് ചൂസ് ചെയ്യുക. ഓട്ടോമാറ്റിക്കായിട്ട് വൗച്ചർ നമ്പർ വരുന്നതാണ്. എമൗണ്ട് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് സേവ് ചെയ്യാവുന്നതാണ്.